വിശ്വസിച്ച നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 11 അധ്യായത്തിലൊരു വാക്യമാണ്. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ലാസറിൻ്റെ സഹോദരിയായ മാർത്തയോട് പറഞ്ഞ വാക്കുകളാണ്. എപ്പോഴാണ് കർത്താവ് ഇത് പറഞ്ഞത്? അവരുടെ സഹോദരനായ ലാസർ ദീനമായി കിടക്കുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് ആളെ വിട്ട്, യേശുവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു, നീ വന്ന് അവന് സൗഖ്യം കൊടുക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അന്ന് കർത്താവ് പറഞ്ഞ വാക്കാണ്, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ലാസറിന് രോഗം കൂടുമ്പോഴും യേശു പറഞ്ഞ വാക്ക് അവരുടെ ഉള്ളിലുണ്ട്. ലാസർ മരിച്ചു, അപ്പോഴും വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന വചനം അകത്ത് കിടക്കുക. പക്ഷേ യേശു വരാൻ വൈകി. ലാസറിനെ അടക്കി കഴിഞ്ഞപ്പോൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറഞ്ഞ വചനം അവർ മറന്നു കളയാനിടയായി. സാഹചര്യങ്ങൾ ഇനി ആ വിഷയത്തിന് മറുപടി ലഭിക്കത്തില്ല എന്ന് കണ്ടപ്പോൾ കേട്ട വചനം കൈവിട്ട് കളഞ്ഞു. യേശു അതാണ് കല്ലറയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? പ്രിയപ്പെട്ടവർ, ചില പ്രശ്നങ്ങളും പ്രയാസവും വരുമ്പോൾ ദൈവം നിന്നോട് പറഞ്ഞ വചനങ്ങളും വാഗ്ദത്തങ്ങളും മറന്നു പോകരുത്. കല്ലറയുടെ വാതിൽ തുറന്നു, ലാസറെ പുറത്തു വരിക എന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു. മരിച്ചുപോയവൻ ഉയർത്തെഴുന്നേറ്റ് ഇതാ കല്ലറയുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒരു പക്ഷെങ്കിൽ കർത്താവ് വാഗ്ദത്തം തരുന്നത്, വചനം തരുന്നത് ഒരു പ്രശ്നം വരുന്നതിന് മുമ്പായിരിക്കാം, കഷ്ടത വരുന്നതിന് മുമ്പായിരിക്കും. പക്ഷേ കഷ്ടത വന്നു കഴിയുമ്പോൾ, പ്രശ്നം വന്നു കഴിയുമ്പോൾ ആ വചനം കൈവിട്ട് കളയരുത്. വചനം മുറുകെ പിടിക്കുക. നീ പ്രതീക്ഷിച്ചതുപോലെ വഴി തുറന്നില്ലെന്ന് വരാം. ലാസറിൻ്റെ ദീനം സൗഖ്യമായില്ലെന്ന് വരാം. അവൻ മരിച്ചുപോയെന്ന് വരാം. സാധ്യതകളൊന്നുമില്ലെങ്കിലും കർത്താവ് പറഞ്ഞ വചനം മുറുകെ പിടിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ